കുമ്പളോ കറിയല്ല ഇതെന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങാടി പോയിട്ടില്ലേനാ അന്നേരം വാങ്ങിയതല്ലേ ഇത് നല്ല പഴുത്ത കുമ്പളാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് കറി വെക്കാമെന്ന് വെച്ചിട്ടാണ് പോയിട്ട് വാങ്ങിയത്. പക്ഷേ അതിന് കറി വെക്കുന്നില്ല. കറി ഞാൻ തക്കാളി കറി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതുവരെ കണ്ടിനാ? ഇത് കണ്ട ഈ കുരു ഇല്ലേ ഇതിൻ്റെ മത്തൻ കുരു, ഇത് നമ്മൾ അരിയില്ല അരിയും ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് നമുക്ക് എന്താ ചായക്ക് കൂട്ടാം. ഇതുവരെ കണ്ടിന് അങ്ങനെ? ഇത് ഞാളെല്ലാം കുഞ്ഞിക്കാലത്ത് എപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തരുത്തുണ്ട്. കുമ്പളം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും കളയൂല, അതിൻ്റെ കുരു എടുത്ത് വെച്ച് അരിൻ്റെ ഒടി ഇട്ടിട്ട് നല്ലോണം വറുത്ത് വൈകിട്ടത്തൊരു കട്ടൻ ചായ കൊണ്ടൊടി തരും. ഇത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വറുത്തിട്ട് എങ്ങനെയാണ് ഇതാക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് വറുത്തി തരട്ടെ സച്ചു? കട്ടൻ്റെ ഒടി അല്ലാണ്ട് ഇപ്പം വറുത്ത് തരാം. എന്നിട്ട് നമ്മളെ അറിയാവുന്ന കുറേ കാര്യങ്ങളൊന്നും ഇപ്പം മക്കൾക്ക് അറിഞ്ഞുകൂടാലോ. അപ്പം ഞാൻ ഇതെന്തായാലും ഒന്ന് വറുത്ത് കൊടുക്കട്ടെ. പിന്നെ ഇങ്ങനെ എല്ലാവരും മത്തം വാങ്ങുമ്പോൾ ഇല്ലേ കണ്ട ഇതെല്ലാം നല്ല സംഭവമായിരിക്കും. ഇത് കളയണ്ട. ഇത് ഇപ്പോൾ പറമ്പിലേക്ക് ചാടിക്കഴിഞ്ഞാലും അവിടെ ഇഷ്ടംപോലെ പൊടിച്ച് മത്തൻ ഉണ്ടാവും. പക്ഷെ എന്നാലും ഇത് വറുത്തിട്ട് എല്ലാവരും ഒന്നും ഇതങ്ങനെ ഉപയോഗിക്കില്ല, ആർക്കും അറിയില്ലായിരിക്കും. പക്ഷെ ഇതിങ്ങനെ ഈ കുരു എടുത്തിട്ട് നല്ലോണം വറുത്തിട്ട് നമുക്ക് ചായ കൂട്ടാം. ഞാൻ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആണ് കുമ്പളക്കുരു, ഞാൻ എടുത്ത് വെച്ച കുമ്പളക്കുരു. ഇത് ഞാൻ ഇത് വറുത്തിട്ട് കാണിച്ചു തരാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അരി ഇട്ടിട്ടുണ്ട്, കണ്ട അരി കുറച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒപ്പരം തന്നെ എടുത്ത് വെച്ച കുമ്പളത്തിൻ്റെ കുരു ഇട്ട് കൊടുക്കാം. നല്ലോണം വറുത്തെടുക്കാം. അരിയും കുമ്പളക്കുരുവായിട്ട് അടിപൊളിയായിട്ട് വറുത്തെടുക്കും. ഇങ്ങനെ എന്നാ പറയണ്ടേ, തൂളി പോലെ നിന്ന് കുമ്പളക്കുരു കണ്ട ചൂടാകുമ്പോൾ നല്ല വീർത്ത് വന്ന് കണ്ട അരിയും കുമ്പളക്കുരു ആകുമ്പോൾ നല്ല വീർത്ത് വരും. കണ്ട മത്തനും അരിയും നല്ലോണം വറുത്ത് ഇതായിട്ടുണ്ട്. മത്തൻ്റെ കുരു കണ്ട നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക വറുത്ത് കഴിഞ്ഞാൽ. മത്തൻ കുമ്പളം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിയൊക്കെ പിന്നെ കൂസ്മാണ്ട രസായനം അതെല്ലാം പറഞ്ഞ് കൊടുക്കൂലേ. കുമ്പളം എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കുരു എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നല്ല സംഭവമായിരിക്കും. അപ്പം കുമ്പളം വാങ്ങുമ്പോൾ ആരും എടുത്ത് കളയണ്ട, ഇങ്ങനെ ആക്കി നോക്ക്. കുറച്ച് അരിയും ഇടുക, കുമ്പളത്തിൻ്റെ കുരു ഇടുക. ഇതെനിക്ക് പകുതി ആയതുകൊണ്ടാണ്. ഒന്നപ്പോഴുള്ളതാണെങ്കിൽ എനിക്ക് കുറേ കുരു കിട്ടുമായിരുന്നു. ഞാൻ പകുതിയേ വാങ്ങിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. നമ്മൾ നല്ല നല്ല സാധനങ്ങളൊന്നും എടുത്തിട്ട് വെറുതെ പറമ്പിലേക്ക് കളയണ്ട. എന്നെല്ലാം ആക്കിയിട്ട് നമുക്ക് വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെക്കൊണ്ട് എന്തോ കാൽസ്യമോ ഇരുമ്പിൻ്റെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, എന്തായാലും ഒന്നും മോശമാവില്ലല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂട്ടുക. ഓക്കെ, ബൈ ബൈ. ഞാൻ വറുത്ത് വെച്ച കുമ്പളക്കുരു തിന്നുന്ന കേട്ടോ. കറുവ് മുറുവെന്ന് പറയും. നമ്മളെ വറുത്ത കടലെല്ലാം തിന്നുന്ന മാതിരി ഉണ്ടാവും.